എന്റെ ജോസ് കെ മാണി എന്നെല്ലാം കൊണ്ടിരുന്ന എന്റെ ജോസ് കെ മാണി ഒന്ന് എന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവും. എന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ കയറിയിരിക്കണം. അദ്ദേഹത്തിന് കോടാലി കോടിയുടെ രക്തപുഷ്പാഞ്ജലി. പിണറായി വിജയൻ സഖാവ് വീണ്ടും അധികാരത്തിൽ കയറണം. എന്റെ പൊതുമക്കളെ കേരള മക്കളെ കണ്ണീരൊപ്പുന്ന എന്റെ കേരള മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിലാണ്. ചൂരമരെല്ലാം വലിച്ചുപോയി. ക്യാൻസർ രോഗിയൊക്കെ അപ്പൊ ഒരു വഴിയില്ലാന്നും എല്ലാ വഴികളും നന്നാക്കിയില്ലേ. എന്റെ മുഖ്യമന്ത്രി പോകട്ടോ. നിങ്ങൾക്കൊക്കെ പെൻഷനില്ലേ? മാസാമാസം അടി കിട്ടുന്നില്ലേ? എന്റെ മുഖ്യമന്ത്രി പുതാപിക്ക് വീണ്ടും അദ്ദേഹം അധികാരിക്കാണ്. എന്റെ പൊന്നു മക്കളെ, എന്റെ ദൈവമാണ് സാക്ഷി. അദ്ദേഹം അല്ലാതെ കേടമൊക്കെ കാട്ടിനൊപ്പം ആരുമില്ല. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ട് വീണ്ടും വരണം എന്നുള്ള ആഗ്രഹം എത്ര പേർക്കുണ്ടാകും? ആ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലാണ് ഈ തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മൂന്നാം പിണറായി സർക്കാർ വരുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ LDF പ്രചാരണങ്ങൾ കൊഴുപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലയിലാണ്. പാലാ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്ന് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചൊരു കാഴ്ച, ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു കുടയും ഒരു വൈറ്റ് ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് കയ്യിൽ ഒരു ചിഹ്നം കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്ന രീതിയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ജോസ് കെ മാണി ഇവിടെ പാലയിൽ വിജയിക്കണം, അതിന്റെ ഒപ്പം തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് വികാരഭരിതമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരണം, മുഖ്യമന്ത്രി ആകണം എന്നുള്ള ആവശ്യത്തിലാണ് അപ്പൊ ഇങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടം. വീണ്ടും അധികാരത്തിൽ കയറണം. എന്റെ പൊന്നുമക്കളെ കേരള മക്കളെ കണ്ണീരൊപ്പുന്ന എന്റെ കേരള മുഖ്യമന്ത്രി വീണ്ടും അധികാരത്തിലാണ്. ചൂരമരെല്ലാം വലിച്ചുപോയി. ക്യാൻസർ രോഗിയൊക്കെ അപ്പൊ ഒരു വഴിയില്ലാന്നും എല്ലാ വഴികളും നന്നാക്കിയില്ലേ. എന്റെ മുഖ്യമന്ത്രി പോകട്ടോ. നിങ്ങൾക്കൊക്കെ പെൻഷനില്ലേ? മാസാമാസം അടി കിട്ടുന്നില്ലേ? എന്റെ മുഖ്യമന്ത്രി പുതാപിക്ക് വീണ്ടും അദ്ദേഹം അധികാരിക്കാണ്. എന്റെ പൊന്നു മക്കളെ, എന്റെ ദൈവമാണ് സാക്ഷി. അദ്ദേഹം അല്ലാതെ കേടമൊക്കെ കാട്ടിനൊപ്പം ആരുമില്ല. ഈ ഫോട്ടോയിൽ ഈ ചിത്രം ആരെന്നാന്ന് അറിയാമോ? ജോസ് കെ മാണിയുടെ ചിത്രമാണ് നെഞ്ചത്തുള്ളത്. അതെ അതെ. ജോസ് കെ മാണിനെ ഇഷ്ടമാണോ? അതെ അതെ. എന്താ അപ്പാപ്പന് ജോസ് കെ മാണി തന്നെ ജയിക്കണം എന്ന് പറയാനുള്ള കാരണം? അതായത് ജോസ് കെ മാണിയുടെ പിതാവ് മാണിസാർന്ന് പറയും. അദ്ദേഹം കുതിര ചിഹ്നത്തിലാണ് ആദ്യമേ ഇന്നത്. അപ്പൊ ആ കുതിര ചിഹ്നത്തില് ഞാൻ വോട്ട് ചെയ്തു. അന്ന് അദ്ദേഹം ഒരു MLA ആയിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് 2 എന്നുള്ള ചിഹ്നം വന്നു. ആ 2 ഞാൻ വോട്ട് ചെയ്തു. എന്റെ മരണം വരെ ഞാൻ 2 വോട്ട് ചെയ്തത്. ഒന്ന്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പൊന്നാമന പുത്രനാണ് ജോസ് കെ മാണി. ഈ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നാടിന്റെ കണ്ണിനൊപ്പുന്നതും ഈ ലോക രാജ്യാണ് സത്യം. പാലായുടെ വികസനത്തിന് വേണ്ടി എന്റെ ജോസ് കെ മാണി എന്റെ മരണം വരെ എന്റെ കൂടെയുണ്ട്. എന്റെ മരണം വരെ ഞാൻ നാട്ടിലേക്കല്ല ഞാൻ വോട്ട് ചെയ്യല. ഇത് എവിടുന്നാ അപ്പാപ്പനെ കൊടയൊക്കെ കിട്ടിയത്? എന്റെ ജോസ് കെ മാണി
അവിടെ പോയി ചോദിച്ചു വാങ്ങിച്ചാണോ? അല്ല, എനിക്ക് എന്റെ ഔദ്യോഗികമായ കേസ് കിട്ടാൻ എന്നെ അറിയപ്പെടുന്ന കൊടുക്കപ്പിന്ന കേട്ടോ പാല താഴോട്ട് കാണിച്ചേ നോക്കട്ടെ, താഴോട്ട് കാണിച്ചേ. അപ്പൊ പിന്നെ കയ്യിലുള്ള കൊടയിലുള്ള ചിത്രങ്ങളാണേ. പറഞ്ഞോ പറഞ്ഞോ എന്തൊക്കെയാ ഇതിലുള്ള? ഇതാ ഇതാ എല്ലാ വഴികളുണ്ട്, എല്ലാ വഴികളുണ്ട്. അതായത് ഈ ടാറിട്ട് ഓട ഇപ്പൊ എല്ലായി ഇടവഴികള് കംപ്ലീറ്റ് ടാറിട്ടുണ്ട്. ഒന്ന് ഇതെന്താണെന്നുള്ള അറിയാമല്ലോ? ആണല്ലോ. ഇത് പാല ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഉള്ള പാല ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇത് വിദ്യാഭ്യാസ മേഖലയില് ഉള്ള ഇത് നമ്മുടെ ഇല്ലിക്കല്ല് ഇത് ഇല വീഴ പോയിട്ടത്. LDF-നെ കൊണ്ട് മാത്രമേ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ ജോസ് കെ മാണി എന്നെല്ലാം കൊണ്ടിരുന്ന എന്റെ ജോസ് കെ മാണി ഒന്ന് എന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവും. ഈ ഒറ്റയാൾ പോരാട്ടം എവിടെ വരെയാ? ഞാൻ എന്റെ മതം വരെ എന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ കയറിയിരിക്കണം. അദ്ദേഹത്തിന് കോടാലി കോടിയുടെ രക്തപുഷ്പാഞ്ജലി. ലാസല കപ്പി കൊടക്കപ്പി എന്നെ അറിയപ്പെടുന്ന ലാസല. മുനിസിപ്പാലിറ്റി